റമദാൻ സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. എന്നും പറഞ്ഞ് ഒരുപാട് എരിവില്ല, ആവശ്യത്തിന് മാത്രമേ എരിവുള്ളൂ. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീടെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം വേണം കേട്ടോ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലതുപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരണം. ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പീസുകളിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് നീളമുള്ള കറിവേപ്പിലയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ നമ്മുടെ ആ ചിക്കൻ പീസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടില്ല, കണ്ടില്ലേ? അതാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ചിക്കനെ എല്ലാം ഈ പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ സവാളയൊക്കെ ഇട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ? ഇതാ ഇതുപോലെയാണെങ്കിൽ നമുക്ക് കിട്ടുക. ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ടില്ല. ആ ഒരു മസാല എല്ലാം അതിനകത്തോട്ട് പിടിച്ച് ജസ്റ്റ് ഒരു ഫ്രൈ അത്രയും മാത്രം മതി. ആ ഒരു ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക്. ഇനി കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, അതായത് വലിയ ജീരകം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകവും അതുപോലെ തന്നെ ഉലുവയൊക്കെ പൊട്ടി വന്നാൽ ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നങ്ങ് ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ചല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 10-20 അല്ലി ചെറിയ ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 സവാളയും, സവാള മീഡിയം വലുപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴറ്റിയാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ എങ്ങനെയായെന്ന് നോക്കാം. സവാളയെല്ലാം നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീടെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒരു മൂടി വെക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു ഇതൊക്കെ കുത്തലൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ കുഴമ്പ് രൂപത്തിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്ക് അങ്ങ് സെറ്റായിട്ട് ഇട്ടുവേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു റമദാനായിട്ട് നമ്മൾ എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി വയ്ക്കാതെ ഇതുപോലെ മാറ്റിയൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റമദാനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണം. റൊട്ടയോടൊപ്പവും അതുപോലെ തന്നെ പൊറോട്ടയോടൊപ്പം അപ്പത്തിനോടൊപ്പം ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു ചിക്കൻ കറി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ.
ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിക്കായിട്ടാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒന്നും പറഞ്ഞ് ഒരുപാട് വെള്ളം ഒഴിച്ച് കളയേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണെന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി ഈ ഒരു ചിക്കൻ കറിയുടെ പ്രധാന ഹൈലൈറ്റ് ആയ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില അരിഞ്ഞ് വെച്ചതാണ്. ആ അരിഞ്ഞ് വെച്ച മല്ലിയില കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചധികം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഈ ഒരു കറി ഇതാ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ മസാല ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ലാസ്റ്റാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റ് ട്രൈ കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയായിട്ട് റമദാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.